അപ്പോൾ ഞാനിന്ന് വാച്ച് ഓവർ എങ്ങനെ കാണിക്കുക, നമ്മൾ ചെക്ക് ചെയ്യാന്ന് നോക്കാനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ വൈറ്റി സ്റ്റുഡിയോയിലെ വാച്ച് ഓവറും ക്രോമിലെ വൈറ്റി സ്റ്റുഡിയോയിലെ വാച്ച് ഓവറും തമ്മിലുള്ള വ്യത്യാസവും മാറ്റം ഒക്കെ ഒന്ന് വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം നമ്മുടെ വൈറ്റിയിലെ വാച്ച് അവർ അറിയണമെങ്കിൽ നമ്മൾ ശരിക്കും കൃത്യമായിട്ട് കാണിക്കുക ക്രോമിലെ വൈറ്റി സ്റ്റുഡിയോയിലാണ് കേട്ടോ. നമ്മൾ പക്ഷേ ഈ വൈറ്റിയിലും ചെക്ക് ചെയ്യുക ഇടയ്ക്ക് എത്ര ഉണ്ട് മാറ്റം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. കുറേ ഷോർട്സിൻ്റെ ഒന്നും ഇത് വരില്ല, വാച്ച് അവർ ക്രോമിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റിയിലൊന്ന് കയറി നോക്കാം. ഞാൻ വൈറ്റിയിലൊന്ന് ടച്ച് ചെയ്തു. അപ്പോൾ വൈറ്റിയിലേക്ക് നേരെ പോയിട്ട്, അതായത് വൈറ്റി സ്റ്റുഡിയോ യൂട്യൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ഈ മുകളിൽ ഇല്ലേ ഈ അനലിറ്റിക്സിൽ നിന്ന് കാണുന്നില്ലേ, അതിൻ്റെ താഴത്തെ വ്യൂ മോറിൽ ഒന്ന് ടച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ കാണിക്കുന്നുണ്ട് ഓവർവ്യൂ, റീച്ച്, എൻഗേജ്മെൻറ്റ്, ഓഡിയൻസ് എന്ന്. ഈ എൻഗേജ്മെൻറ്റ് ഉണ്ടല്ലോ മൂന്നാമത്തെ, ഇതിൽ നമ്മൾ ടച്ച് ചെയ്യാം. അപ്പോൾ എൻഗേജ്മെൻറ്റിൽ തൊട്ടപ്പോൾ ഇതങ്ങനെ വന്നു. വാച്ച് ടൈം ഹവേഴ്സിൽ എത്ര 400 ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു വർഷമായി, ഒരു വർഷത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഒന്ന് അയച്ചാൽ, ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് എത്ര വാച്ച് അവർ കിട്ടി അറിയാൻ ആദ്യം ഇതിൻ്റെ നടുവിലൊന്ന് ടച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ തന്നിട്ടുണ്ട് ലാസ്റ്റ് 28 ഡേയ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാച്ച് അവർ ഇപ്പോൾ നേരത്തെ കണ്ട വാച്ച് അവർ 400 മണിക്കൂർക്ക് കിട്ടിയത് ഈ ലാസ്റ്റ് 28 ദിവസങ്ങളിലാണ് കേട്ടോ. ഈ ലാസ്റ്റ് 28 ദിവസങ്ങളിൽ ഞാൻ 400 മണിക്കൂർ ഉണ്ടാക്കി കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു യൂട്യൂബർ ഒരു ചാനലിന് വാച്ച് അവർ എന്ന് പറഞ്ഞത് കേട്ടോ. 1K പ്രധാനമുണ്ട്, 1K പക്ഷെ നമുക്ക് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടാവും കൊണ്ട് എളുപ്പം ആവും. വാച്ച് അവർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് 28 ഡേയ്സ് എന്നുള്ളതിൻ്റെ നേർക്ക ആരോ കാണില്ലേ, അതിലൊന്ന് തൊടുക കേട്ടോ. അപ്പോൾ അങ്ങനെ വരും. ലാസ്റ്റ് 7 ഡേയ്സ്, ലാസ്റ്റ് 28 ഡേയ്സ്, ലാസ്റ്റ് 90 ഡേയ്സ്, ലാസ്റ്റ് 365 ദിവസം. അതായത് ഞാനിപ്പോൾ ഒരു വർഷം ആവാനായല്ലോ, ഇനി 3 മാസം കൂടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് 365 ഡേയ്സിലെ വാച്ച് അവർ എനിക്കറിയണം. അപ്പോൾ ഞാൻ അതിൽ തൊട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ കണ്ടോ മുകളിൽ ലാസ്റ്റ് 365 ഡേയ്സിലത്തെ വാച്ച് അവറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് കണ്ടോ താഴത്ത് വാച്ച് ടൈം ഹവേഴ്സ് പറഞ്ഞിട്ട് 1665.1 കേട്ടോ. അപ്പോൾ എൻ്റെ വൈറ്റി സ്റ്റുഡിയോയിലത്തെ വാച്ച് അവർ ഇത് ശരിക്കും കൃത്യമായിട്ട് നമ്മൾ എത്രയാണെന്ന് അറിയണമെങ്കിൽ ഇത് മുഴുവൻ നമുക്ക് കിട്ടില്ല കേട്ടോ. കാരണം ഞാൻ കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. അത് 10K കയറിപ്പോയ ഒരുപാട് ഷോർട്സ് ഉണ്ട് കേട്ടോ. ഒരുപാടല്ല, 10K, ബാക്കിയൊക്കെ 1K കഴിഞ്ഞതാണ്. അപ്പോൾ ആ ഷോർട്സിൻ്റെ ഒന്നും വാച്ച് അവർ നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്യാന്നേ ഉള്ളൂ. കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ക്രോമിലെ വൈറ്റി സ്റ്റുഡിയോയിൽ പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ബാക്ക് അടിച്ചിട്ട് ക്രോം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണ്ടോ ക്രോം ഓപ്പൺ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹോം പേജ് ഇത് വരുമ്പോൾ മുകളിൽ സെർച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പേര് അല്ലെങ്കിൽ www.youtube.com എന്നടിച്ചെടുക്കുക. ഞാൻ അടിച്ചെടുക്കണത് എന്താ വെച്ചാൽ എൻ്റെ താഴത്ത് കണ്ടോ അമ്മൂസ ന്യൂസിൻ്റെ ഇത് അവിടെ സെറ്റായി കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ടച്ച് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ മാത്രം www.youtube.com എന്നടിച്ചു കൊടുത്താൽ മതി. അതായത് ഇതാ കണ്ടോ മുകളിൽ youtube.com എന്നടിച്ചാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ വരും. അപ്പം ഇനി നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസിലേക്കാണ് കേട്ടോ പോകുന്നത്. നമ്മൾ കറക്റ്റായിട്ട് വാച്ച് അവർ അങ്ങനെയുള്ള ഇതൊക്കെ അറിയണമെങ്കിൽ കോപ്പിറൈറ്റൊക്കെ എത്ര ഉണ്ട് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, അത് മാറ്റാൻ വേണ്ടിയിട്ട്, എൻഡ് സ്ക്രീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുന്നത് ഈ ക്രോമിലെ വൈറ്റി സ്റ്റുഡിയോയിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പേജ് വന്ന് അപ്പോൾ മുകളിൽ കണ്ടോ കസ്റ്റമൈസ് ചാനൽ ബ്ലൂ കളറിൽ, ഇതിലൊന്ന് ടച്ച് ചെയ്യാം. അതിൽ ഞാൻ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പോകുന്നത് ക്രോമിലെ വൈറ്റി സ്റ്റുഡിയോയ്ക്കാണ്. നമ്മുടെ സാധാരണ വൈറ്റി സ്റ്റുഡിയോ പോലെയല്ല അത് വരിക കേട്ടോ. ചെറിയ ചെറിയ അക്ഷരങ്ങളിലാണ് വരുന്നത്. അതിൽ കുറേ ഐക്കൺസ് ഈ സൈഡിലുണ്ടാവും. ഇടതുവശത്തായിട്ട് കുറേ ഐക്കൺസ് ഉണ്ടാവും. അത് ഓരോ ഐക്കൺസും ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക. പ്രൊഫൈലിൻ്റെ താഴെ ഒരു ഐക്കൺ ഉണ്ടാവും. അത് ആണ്
ഡാഷ്ബോർഡ് ഇതുണ്ടോ, പ്രൊഫൈലിൻ്റെ താഴെ റേഞ്ച് മഴയൊക്കെ ആയതുകൊണ്ട് റേഞ്ച് കുറവാകും കൊണ്ടാണ് കേട്ടോ അതിങ്ങനെ കുറേ നേരം എടുക്കണത്. അപ്പോൾ പ്രൊഫൈലിൻ്റെ താഴെ കണ്ടോ ഒരു ഐക്കൺ, അതാണ് ഡാഷ്ബോർഡ്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം. എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് കണ്ടാലും മനസ്സിലാവും. ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം കോപ്പിറൈറ്റ് എങ്ങനെ കളയുക. അപ്പോൾ നമ്മുടെ ഈ ഗോ ടു വീഡിയോസ് ഉണ്ടോ, പബ്ലിഷ്ഡ് വീഡിയോസ്, നമ്മുടെ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയാൻ നമുക്ക് അതിൽ തൊട്ടാലാണ് നമ്മുടെ എല്ലാ ഇത് തൊട്ടിട്ടാവും. അപ്പോൾ ഞാൻ ആ പേജ് ബാക്ക് അടിച്ചിട്ട് ബാക്ക് അടിച്ചപ്പോൾ സാധാരണത്തെ പോലെ വന്നു കേട്ടോ, നേരത്തെ പോലെ വന്നു. അപ്പോൾ നമ്മൾ വാച്ച് അവർ നോക്കണമെങ്കിൽ ഈ താഴത്തുനിന്ന് മൂന്നാമത്തെ അങ്ങോട്ട് മേലേക്ക് ഉണ്ടല്ലോ, രസ് എന്നുള്ള ചിഹ്നത്തിൽ ഡോളറിൻ്റെ ചിഹ്നമാണ് കേട്ടോ അത്. ആ ഡോളറിൻ്റെ ചിഹ്നത്തിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതിലാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള സബിൻ്റെ എണ്ണം പിന്നെ വാച്ച് അവർ ഇതൊക്കെ അറിയണത്. അപ്പോൾ ഇത് നോക്കി നോക്കൂ, ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. 1292 എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. താഴത്ത് ഉള്ള ടിക്ക് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണം കേട്ടോ. കാരണം എന്നാലാണ് നമ്മുടെ ചാനൽ ഭദ്രമാവുള്ളൂ, അല്ലെങ്കിൽ ഹാക്ക് ചെയ്ത് പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എങ്ങനെയാണ് ചെയ്യണതെന്ന് ഞാനൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ താഴത്ത് 0 ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്സ് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ സ്ട്രൈക്കൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ 4 ദിവസം ലൈവ് ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ. സ്ട്രൈക്ക് അല്ലാന്ന് പിന്നെ മെസ്സേജ് വന്നു. അതിൻ്റെ മുകളിലാണ് എൻ്റെ വാച്ച് അവർ ഇരിക്കുന്നത് കേട്ടോ. 2505 എൻ്റെ പബ്ലിക് വാച്ച് അവേഴ്സ്. അതായത് സാധാ YT സ്റ്റുഡിയോയിൽ 1665, എൻ്റെ ക്രോമിൽ YT സ്റ്റുഡിയോയിൽ 1505. അതാണ് ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറഞ്ഞത്. 160ഓളം മാറ്റം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ വാച്ചർ. എനിക്കിത് കാണിക്കാൻ ഒരു മടിയോ ഒന്നുമില്ല കേട്ടോ. കാരണം ഞാനിതിൽ അഭിമാനിക്കുന്നു. ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുമാണ് ഇത് എത്തിയത്. പിന്നെ അതുമല്ല നിങ്ങളിൽ ഓരോരുത്തരുടെ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തു, അങ്ങനെയൊക്കെയാണ് കേട്ടോ അത്രയും വാച്ചവർ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക എന്താ പറയുക നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.